Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Yeah. Good evening, ma'am. Good evening, Zisha. Rijo, page number 4. Okay. Good evening, Shilpa. Good evening, Moshida Parvi. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആരാ പ്രെയർ? പ്രെയർ ആരാ? പ്രവീണ. ഗുഡ് ഈവനിങ് പ്രവീണ. പ്രെയർ പ്രേയറിന് റെഡിയാണോ പ്രവീണ? ഇല്ല മാം, ഞാൻ വീട്ടിലല്ല, റോട്ടിലാണ്. അപ്പൊ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. വേറെ ആരാ ഉള്ളത് പ്രെയറിന് വേണ്ടി? മാം, പ്രിപ്പയർ ഒന്നല്ല ചെയ്ത് വെച്ചത് പറയാം. പേരെന്തായിരുന്നു? സുഹാനത്ത്. സുഹാനത്ത്. ഓക്കെ. Let's make a start for a better tomorrow. Clear the way for a good thoughts. Let's find happiness and peaceful. All relationships are not bond. Future is true. We are like the sun shining on the water. Let's work together. Let's protect the country and the house. Let's make out generation better without us. Okay, Suhanat. Okay. Good evening, Priya. Good evening, ma'am. Good evening, Geedu. സിജിയെ കണ്ടില്ലല്ലോ. സിജി എവിടെ? ഗുഡ് ഈവനിങ്. രമ്യ, സിജി ഡെയിലി കാണുന്ന, ഇവരൊന്നും കണ്ടില്ലെന്ന്. ഓക്കെ, എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് തസ്രീഫ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ഹൃദ്യ. ഗുഡ് ഈവനിങ് ഹൃദ്യ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഇന്റലക്ച്വൽ എൻവയോൺമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ? എന്തോ ഇന്റലക്ച്വൽ എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അയന,
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്റലക്ച്വൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഒരു കുട്ടിയിൽ എങ്ങനെയൊക്കെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? അയന പോയോ? സൈന എന്താണ് ജിഷ? എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം ഫോർ എക്സ്പെരിമെന്റേഷൻ. ഓക്കെ, ദെൻ പറയട്ടെ മാം. പറഞ്ഞു. ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ വരുന്നത് ഒരു ബേബി പല കാര്യങ്ങളും പഠിക്കുന്നത് എൻവയോൺമെന്റ് ചുറ്റുപാട് നോക്കിയിട്ടാണ്. അവർക്കുള്ള തിങ്ക് ചെയ്യാനും മനസ്സിലാക്കാനുള്ള എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ സ്കില്ലൊക്കെ ഇതൊക്കെയാണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഡെവലപ്മെന്റിൽ വരുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്, അത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. പിന്നെ പിന്നെന്താണ്? എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ചാപ്റ്റർ തന്നെയാണ്. പിന്നെ വെറൈറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ രമ്യ, കണ്ടിന്യൂ. വെറൈറ്റി ആക്ടിവിറ്റീസ് കൊടുക്കാം. റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, ഡ്രോയിങ്, പ്ലേയിങ്, മ്യൂസിക്, ഡാൻസിങ്, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അതെ. മാം എന്താ പറയാ, നമ്മള് അവരെ എൻകറേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കഴിവിനനുസരിച്ച് അവര് എല്ലാ ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ അവര് പഠിക്കുകയും ചെയ്യും. പിന്നെ അവരുടെ നമ്മള് പാരന്റ്സ് ചെയ്യേണ്ടത് അവരെ കഴിവുകളെ എൻകറേജ് ചെയ്യുക. ഒരു ചെറിയൊരു ആക്ഷൻ ചെയ്തവരെ കുട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ മാം ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് ആയിട്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, ചെയ്തു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തു. പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് കുട്ടികളിൽ? പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അവരെന്ത് കുഞ്ഞു കാര്യം ചെയ്താലും അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കണം. എന്നാലേ അവരിൽ ഇന്നിപ്പോ താൻ ഇങ്ങനെ ചെയ്തപ്പോ അമ്മ തന്നെ പ്രോത്സാഹിപ്പിച്ച്, അപ്പൊ താൻ ഇതിലും കൂടുതൽ നന്നായിട്ട് നാളെ ചെയ്തെന്നാൽ ഇതിലും നന്നായിട്ട് അമ്മ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അങ്ങനെ അവര് ഡെവലപ്പ് ചെയ്യും. പിന്നെ അവര് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർ എക്സാമിന് ഫെയിലായി പോകുന്ന സമയത്തൊക്കെ അവര് ചിലപ്പോ അവര് ഭയങ്കര ഡെസ്പാവും, അവര് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ. പിന്നെ യങ് പീപ്പിൾ ആണെങ്കിൽ അവര് പല പല സാഹചര്യങ്ങളിൽ അവർ വീണു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെ മുന്നോട്ട് നടത്താനായിട്ട് നമുക്ക് അവരെ എൻകറേജ് ചെയ്യാം. ഇന്നത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട, നാളെ ഇതിലും ബെറ്റർ ആകും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അവർക്ക് ബലപ്പെടുത്താൻ പറ്റും. അതെ, വെരി ഗുഡ്. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തോ സിറ്റുവേഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പോസിറ്റീവ് ഫീഡ്ബാക്കിലൂടെ. ഓക്കെ, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും അല്ലേ? പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. മാം, ഒരു നാണയത്തിന് രണ്ട് വശവുമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു നല്ലതുണ്ടാകണമെങ്കിൽ ഒരു ചീത്തയുണ്ടാകും. ഇന്ന് പല യൂത്തും ഈ ആത്മഹത്യാ പ്രവണതയിലെത്തുന്നത് അവർക്ക് ഒരു തോൽവിയാണെങ്കിലും, ഒരു പരീക്ഷയുടെ ഒരു തോൽവിയാണെങ്കിലും, ഇന്നിപ്പോൾ ഒരു അടിച്ചാൽ പോലും, ഒരു പിണങ്ങിയാൽ പോലും എല്ലാവരുടെയും മുമ്പിൽ ഇൻസൾട്ടഡ് ആയെന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ ഇന്നിപ്പോൾ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരെ എല്ലാം ഇങ്ങനെ ഫേസ് ചെയ്ത് ഇതൊക്കെ ക്വയറ്റ് നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞ് വേണം വളർത്തിക്കൊണ്ടുവരാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പരിധിവരെയും അവരുടെ ഈ പ്രവണത തടയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഓക്കെ. പല സിറ്റുവേഷൻസും ഫേസ് ചെയ്യാനായിട്ട് ചെറുപ്പത്തിലെ അവരെ പ്രാപ്തരാക്കണം. അത് ആർക്കാ കഴിയുന്നത്? പല സിറ്റുവേഷൻസും ഓവർകം ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും അവരെ പ്രാപ്തരാക്കേണ്ടത് ആരാണ്?
ഓക്കെ എന്തോ ഓക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ അത് അവിടെ വരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു ജിഷ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഗെയിംസിനെ കുറിച്ചാണ് മാം പറഞ്ഞത്. മാം ക്ലിയർ ആണോ? മാം മറ്റേ കുട്ടികളുടെ ഈ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഗെയിംസിനെ കുറിച്ചാണ് മാം പറഞ്ഞത്. അതായിരുന്നു ആക്ടിവിറ്റി. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ എന്തായിരുന്നു ആക്ടിവിറ്റി? ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു 5 ആക്ടിവിറ്റി പറയൂ. ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ജിഷ. ലാസ്റ്റ് ക്ലാസ്സിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇതിനെ കുറച്ച് ആക്ടിവിറ്റീസുകൾ പരിചയപ്പെടുത്തിട്ടായിരുന്നു. ഓക്കെ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി തന്നത്. ഓക്കെ വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ഹെൽപ്പ് എ ചൈൽഡ്സ് ഡെവലപ്മെന്റ്? ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ സ്റ്റാർട്ട് വിത്ത് ജിഷ. ത്രെഡിങ് ബീഡ്സ്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ആ കുട്ടിയിൽ സംഭവിക്കുന്നത്? അവർക്കൊരു കോർഡിനേഷൻ കിട്ടും, കൈയും കണ്ണുമായിട്ടൊരു കോർഡിനേഷൻ കിട്ടും, പിന്നെ കോൺസെൻട്രേഷൻ കിട്ടും, പിന്നെ അത് പിന്നെ ഭാവിയിലോട്ട് ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ആവും ഇല്ലേ? പിന്നെന്താണ്? പിന്നെ ഇത്രയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ ജിഷ. ഓക്കെ നെക്സ്റ്റ് സുഹാനത്ത്. ഒരു ആക്ടിവിറ്റി പറയൂ സുഹാനത്ത്. സുഹാനത്ത് എവിടെ? ഒരു ആക്ടിവിറ്റി പറയൂ. കേൾക്കുന്നില്ലേ? മാം ഞാൻ പറഞ്ഞോട്ടെ? ഹലോ പേരെന്താ? എന്റെ പേര് രമ്യ. പറഞ്ഞോട്ടെ? പേരെന്താ? രമ്യ. ക്ലിയർ ആണോ മാം? കേൾക്കുന്നുണ്ടോ? മാം ഞാൻ പറയുന്നത് ഡാൻസിങ് ആണ്. ഡാൻസിങ് ഇറ്റ് ഹെൽപ്സ് ടു കിഡ്സ്. ഡാൻസിങ് ആണ് കേട്ടോ മാം ഞാൻ എഴുതിയേക്കുന്നത്. കുറച്ച് ഗെയിംസ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൽ പറയുന്നത് ഡാൻസിങ് ആണ്. ഇറ്റ് ഹെൽപ്സ് കിഡ്സ് ടു ഡെവലപ്പ് ബാലൻസ് കോർഡിനേഷൻ. ഇറ്റ് ഹെൽപ്സ് കിഡ്സ് ടു ഡെവലപ്പ് ബാലൻസ് കോർഡിനേഷൻ. പിന്നെ സൈക്ലിംഗ് എന്താണെന്ന് വെച്ചാൽ pedaling tricycles puts your child's legs into action, engaging his little muscles. It also enhances balance. അതെ ആ കാല് വെച്ച് ചവിട്ടുമ്പോൾ കാലിന്റെ മസിൽസ് ഹെഡ് ടു ടോ വരെ നല്ല ഒരു വ്യായാമമാണ്. അതുമല്ല അതൊരു ബാലൻസ്, ഒരു ബോഡിക്ക് ഒരു ബാലൻസും കൂടി കൊടുക്കുന്നതാണ്. പിന്നെ ഈ ജങ്ക ബ്ലോക്സ്, ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇല്ലേ, അത് അവർക്ക് ഓരോരോ ബോഡി ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. അതെണ്ണം പറഞ്ഞു പറ്റിയല്ലോ മാം. മറ്റുള്ളവര് എനിക്കൊരു ചാൻസ് കൊടുത്തേക്കാം. ഓക്കെ മാം ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ശില്പ. ഓക്കെ ശില്പ മാം ഞാനാണോ? മാം ഞാൻ കാണിച്ചു തരട്ടെ? വെരി ഗുഡ്. എവിടെ? ഓർമ്മയുണ്ട്. ഓക്കെ മോൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞതല്ലേ? ഫസ്റ്റ് ക്ലാസ്സിലാണ്. മാം ഇത് ഡോട്ടഡ് ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇതില് നമ്മൾ ചെറിയ ശംഖില്ലേ, ചെറിയ ശംഖ് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കറക്റ്റ് പ്ലേസിൽ ഈ പ്ലേസിൽ വെക്കാൻ വേണ്ടിയിട്ടും
കൊടുക്കുന്നുണ്ട്. Then വെരി ഇത് ഒരു സ്ട്രക്ചറാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഓക്കെ. ഇതപ്പോ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എങ്ങനെ വെക്കണം എന്നുള്ളതും ആൾക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കാനും പറ്റും. നേരത്തെ കാട്ടിയൊരു ഇതില്ലേ, അതിലൂടെ നമ്പേഴ്സ് പഠിക്കാൻ പറ്റും കുട്ടികൾക്ക് അല്ലേ? അവൻ കൂടുതലും കൗണ്ട് ചെയ്ത് പഠിച്ചതും പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്ത് പഠിച്ചതും ഇതിന്ന് തന്നെയായിരുന്നു. ഒരു സാധനം ഒരു സ്ഥലത്ത് കറക്റ്റ് വെക്കാൻ. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഈ ഷേപ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷേപ്സ് പഠിക്കാൻ കുട്ടിക്ക് അതിലൂടെ അല്ലേ? അതെ മാം. ഷേപ്സ് ചെയ്യാൻ മാത്രമല്ല ഷേപ്സും പഠിക്കാം. അത് കളേഴ്സ് ആണെങ്കിൽ കളേർഡ് ചെയ്തിട്ടുള്ള ഷേപ്സ് ആണെങ്കിൽ ആ കളറും കുട്ടിക്ക് പഠിക്കാൻ പറ്റും അല്ലേ? കളർ ചെയ്തിട്ടാണ് ഷേപ്സ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ചെറിയ ഇത് വെച്ചിട്ടുണ്ട്, സ്ട്രോ വെച്ചിട്ടുണ്ട് നമുക്ക് ത്രെഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് ഇതിനകത്ത് നമ്മൾ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡബിൾ സ്റ്റിക്ക് ആണ് വെച്ചത് ഞാൻ. എന്നിട്ട് അതിനകത്ത് മാം അത് ക്ലിയർ ആയില്ലടാ. എന്തിനു വേണ്ടിയായിരുന്നു ആ ആക്ടിവിറ്റി? എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? കളർ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് വെച്ചായിരുന്നു. ബോൾ കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അത് കൂടാണ്ട് ഇതിനകത്ത് സ്ട്രോ വെച്ചിട്ടുണ്ട്, ചെറിയ സ്ട്രോ വെച്ചിട്ടുണ്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡ് കണക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ കുറെ ഉണ്ട്, ബണ്ടിലായിട്ടാണ്. പിന്നെ വേറെ ഒരെണ്ണം കാണിച്ചു തരാം മാം. ഞാൻ ജിഷ മാം ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തപ്പോ ചെയ്തതാണ് അത്. ഇത് മറ്റേ നെയിൽ കട്ടിങ്ങിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ നെയിൽ പോലെ ഒരു ഇത് വെച്ചു കൊടുക്കും, എന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഹാൻഡ് വാഷ് ടെക്നിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ് മാം എടുത്തപ്പോ. ഇതിന്റെ ഇതിങ്ങനെ നമ്മൾ കൈ പോലെ വെക്കും ഇതിന്റെ ഉള്ളിൽ കൂടെ. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ എന്തെങ്കിലും സ്പേംസ് പോലെ വരച്ചിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പതിയെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ സ്പേംസ് ഒക്കെ പോകും വാട്ടറിൽ കൂടെ ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സെക്ഷൻ പോലെ ഇതിനകത്ത് കുറച്ച് കളറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാൻ പറയും. പിന്നെ ഇത് വെജിറ്റബിൾ ആണ്. പേപ്പർ അല്ലേ അത്? പേപ്പറാണ് മാം, പേപ്പറിൽ വരച്ചേക്കുന്നതാണ്. അല്ലല്ല, ബ്രഷ് ചെയ്ത് കളർ കൊടുക്കുന്നു പറഞ്ഞല്ലോ, അത് റിമൂവ് ആക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ മേളില് നമ്മള് പ്ലാസ്റ്റിക് കവർ വെക്കും. എന്നിട്ട് കളർ ചെയ്തിട്ട് അത് ബ്രഷ് ചെയ്യാൻ പറയും. വെജിറ്റബിൾസിന്റെ ഉള്ളിൽ കട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിപ്പോ ക്യാരറ്റ് ആണ്. അവന് കുറെ കളേഴ്സ് ഇങ്ങനെ കളർ പേപ്പർ ഒക്കെ വെച്ച് കഴിയുമ്പോ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് കറക്റ്റ് മാച്ച് ചെയ്യാൻ പറയും. ഇത് വെറുതെ പേപ്പറാണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ട്. ഈ ബണ്ടിലും നിറച്ചു അവന്റെയാണ്. ഇപ്പൊ ആൾ എണീറ്റ് പോയതാണ് ഫോൺ കാണാൻ വേണ്ടിട്ട്. കുറെ ആൾക്കാരുണ്ടാവാണോ? ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടോ ഇതില്? ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട് ശില്പ. ഈ ഐഡിയാസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി? അത് കുഞ്ഞ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് പോലെയാണ് ആള്, ഒരു സ്ഥലത്ത് ഇരിക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അതിൽ ആൾക്ക് ഫേവറേറ്റ് ഇതാണ്. ഇത് മിഠായി പോലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കളർ അനുസരിച്ചിട്ട് ആള് കളറും പഠിക്കും, ഷേപ്പ് പഠിക്കും, കോൺസെൻട്രേഷൻ കിട്ടും, അങ്ങനെയല്ല. ബണ്ടില്
ശില്പ ടീച്ചറാണോ? ഓക്കെ. ഇത് മാം പറഞ്ഞില്ലേ കളർ ഷീപ്പ് വെക്കാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കളർ ഷീപ്പ് വെക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും ശില്പ? അത് ഒരു 5 മിനിറ്റ് ഒക്കെ. ആൾ ഇൻട്രസ്റ്റഡ് ആണ് ഇതില്. ആൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് മതി ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് ചെയ്യും. എത്ര വയസ്സായിപ്പോ? 3.5 വയസ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഷേപ്സ് പഠിച്ചു, ഓൾറെഡി കളേഴ്സ് പഠിച്ചു അല്ലേ? ഷേപ്സ് പഠിച്ചു, കളേഴ്സ് പഠിച്ചു, ബോഡി പാർട്സ് പഠിച്ചു. അതേപോലെ പിന്നെ ഇതിൽ ഞാൻ ആദ്യം കാണിച്ചു തന്നപ്പോൾ മാമിന് ഒരു ഷേപ്പ് പോലെ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇത് പ്രീ റൈറ്റിംഗ് സ്കില്ലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. ആൾക്ക് റൈറ്റ് ചെയ്യാൻ പ്രീ റൈറ്റിംഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആളിപ്പോ സ്ട്രേറ്റ് ലൈനും സ്റ്റാൻഡിങ് ലൈനും സ്ലിപ്പിംഗ് ലൈനും ഒക്കെ ഇതിൽ വെച്ചിട്ടാണ് പഠിച്ചത്. ഞാൻ എഴുതാനിരുന്നപ്പോ ഇതൊക്കെ എടുത്തുകൊണ്ട് ആള് തനിയെ വന്നതാ. ആണല്ലേ? ഓക്കെ ഓക്കെ. അതെ സിജി, അതെ അതെ. ചെറിയ കുട്ടികൾ ഇത് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്റെ മോനെ അതെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഓരോ ആക്ടിവിറ്റീസും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശില്പ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് ശില്പ. ഓക്കെ. ശില്പ തന്നെയാണോ എല്ലാം വരക്കുന്നത്? അതെ, എല്ലാം വരച്ച് അവന് കൊടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ബുക്സ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ആൾക്ക്, ഒരു ബുക്കുകളും കൊടുത്തിട്ടില്ല. സിജി ഇനി അത് ആക്ടിവിറ്റി? മാം എന്തേലും നോർമൽ ആക്ടിവിറ്റി ഉള്ളൂ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്ലോക്സ് ഉണ്ടല്ലോ, അത് കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മോനെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനൊരു എന്താ ചെയ്യുന്നത്? ഹലോ മാം, നമ്മൾ ബ്ലോക്സ് ഇല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ്, അത് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അതിലെ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചു കൊടുക്കും. അപ്പൊ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കാണിച്ചു തരും. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുമ്പോ അവനത് മനസ്സിലാവും. പിന്നെ നമ്മുടെ അതില് കളേഴ്സ് അവന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഷേപ്സ് ഉണ്ട്. കാരണം ബിഗ് ബ്ലോക്സ് ഉണ്ട്, സ്മോൾ ബ്ലോക്സ് ഉണ്ട്. അതിൽ നിന്ന് സെപ്പറേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഇതില്ലേ, നമ്മുടെ കാർഡ്സ് ഇല്ലേ, ചീട്ട്, അത് കൊടുത്ത് അതിനകത്തുള്ള ആ വേർഡിന്റെ ഷേപ്പ് വെച്ചിട്ട് സെയിം ആയിട്ട് വരുന്ന കാർഡ് മോന്, അങ്ങനെ വെച്ചിട്ട് ഞാൻ കളിക്കുന്നത് ഇവിടെ. പിന്നെ ഞാനിപ്പോ കുറച്ച് റീസെന്റ് ആയിട്ട് കണ്ടത്, അവന് പെൻസിൽ പിടിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ നോക്കിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയാ, തമ്പും പോയിന്റ് ചെയ്യുന്ന ഫിംഗറും വന്നിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി 3 ഫിംഗേഴ്സിന്റെ ഇടയിൽ ഒന്നെങ്കിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ബോൾ പോലെ വെച്ചിട്ട് ഇത് മാത്രം പിടിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. കാരണം അവൻ പെൻസിൽ പിടിക്കുന്ന കത്തി കുത്താൻ 3 പോലെ. അപ്പൊ ഞാൻ അത് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് അതാണ്. അവനിപ്പോഴാണ് പെൻസിലൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങുന്നത്. കളർ ചെയ്യാനൊക്കെ ക്രയോൺസ് കൊടുക്കാറില്ലേ? ഹലോ, ക്രയോൺസ് കൊടുക്കാറുണ്ട്. പക്ഷെ ക്രയോൺസ് അവൻ ഉള്ളിലോട്ടാ പിടിക്കുന്നത്, പുറത്തോട്ടല്ല പെൻസിൽ വരുന്നത്, ഇങ്ങനെ അകത്തോട്ടാ പിടിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, മോനെ പെൻസിൽ മുകളിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവന് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ 3 ഫിംഗേഴ്സിന്റെ ഇടയിൽ ഒന്നെങ്കിൽ ടിഷ്യൂ ഇങ്ങനെ മടക്കി വെച്ചിട്ട്, അപ്പൊ അതിങ്ങനെ ഇറുക്കി പിടിക്കണം. പക്ഷെ ഈ 2 ഫിംഗേഴ്സ് മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെ. അതേപോലെ ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളൊരു സ്പോഞ്ച് ബോൾ ഇല്ലേ, നമ്മുടെ സോഫ്റ്റ് ബോൾ, തീരെ ചെറുത്, അത് വെച്ചിട്ട് അതും ഈ 3 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യുന്ന പോലെ, അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തപ്പോ അവൻ കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചു വരുന്നുണ്ട്. ഇതാണ് ഞാൻ എനിക്കുള്ള ഐഡിയസ് ഇത്രയേ ഉള്ളൂ അല്ലേ? ഹെൽപ്ഫുൾ ആയിരുന്നില്ല എല്ലാവർക്കും? ഇത്തരത്തിലുള്ള മോണ്ടിസോറി ആക്ടിവിറ്റീസ് കുട്ടികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായില്ല ഇപ്പോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ.
ലാഗ് ആവുന്നുണ്ട് അതുകൊണ്ടാ. ഓക്കെ. നെക്സ്റ്റ് ഹു ഈസ് യാസ്മിൻ. ഓക്കെ, യാസ്മിൻ ആരാണ്? സുഹാനത്തല്ലേ? Relative ഓക്കെ. with craft. Craft ഇല്ല items ചെയ്യാം. കേൾക്കുന്നുണ്ട്. ക്ലിയർ ആകുന്നില്ല എനിക്ക്. റേഞ്ചിന്റെ പ്രശ്നം. എന്തോ? സുഹാനത്ത് കണ്ടിന്യൂ ചെയ്യും. സുഹാനത്ത് എനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. സിജ് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സിജ് മ്യൂട്ട് ചെയ്തോളൂ. റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ മിസ്, വേറെ ആരെങ്കിലും? എന്റെ പേര് സിയ. പറയൂ. ഞാൻ മോൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ ശില്പ ചെയ്തതിന്റെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഐറ്റംസും ഉണ്ട്. അതില് ഞാൻ ചെയ്തിട്ടുള്ളത് ABCDയുടെ ഇത് വെക്കുന്നതുണ്ട്. അത് വിത്ത് ഷേപ്പ് പോലെ ആയിട്ടാണ്. എവിടെ? ഓക്കെ ഓക്കെ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ലെറ്റേഴ്സ് വരുന്നത്. അത് നമ്മൾ അപ്പൊ ഇതില് കളറും ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ആൾക്കിപ്പോ A തൊട്ട് C വരെ എഴുതാൻ അറിയാം. 3.5 വയസ്സാവുന്നേ ഉള്ളൂ. പിന്നെ ഓയും എളുപ്പമുള്ള ലെറ്റേഴ്സ് ആണ് കാണിച്ചു കൊടുത്തത്. ഓയും എല്ലും ഒക്കെ ആൾക്ക് അറിയാം. പിന്നെ ABCD വരെ ആള് ഐഡന്റിഫൈ ചെയ്യും. A എഴുതും. ചിലപ്പോ നടുവിലത്തെ വരെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എവിടെങ്കിലും ഈ ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ആള് പറയും ഇത് A ആന്ന് പറയും. പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യോ അതില്? ഇതെല്ലാതും ഒരു ചിലത് തെറ്റും. ക്യൂവും ഓയും ഒക്കെ തെറ്റും. അപ്പൊ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെ ക്യൂവിന്റെ ഒക്കെ ഷേപ്പ് ഇത്തിരി കൺഫ്യൂഷൻ വരും. അത് മാത്രം. ബാക്കി ഒരുവിധം എല്ലാതും, അതുപോലെ ഇയും എഫും തെറ്റും. ബാക്കി എല്ലാതും ആള് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇത് ഇപ്പം 3.5 വയസ്സായി. 3.5 വയസ്സാവണു. ഇത് ഒരു 2 വയസ്സ് തൊട്ട് ആള് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു ഇതില് റിങ്ങുകൾ ഇടില്ലേ, കളേഴ്സ് റിങ്ങുകൾ, ചെറുത് വലുത് വലുത്. അതൊക്കെ എപ്പോഴും നമുക്ക് ടോയ്സിൽ മേടിക്കാൻ കിട്ടുന്ന ഐറ്റംസ് ആണ് അത്. അതൊക്കെ 1.5 വയസ്സ് തൊട്ടേ അത് ട്രെയിൻ ചെയ്യിപ്പിച്ച്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവുകളുണ്ട്. കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മാത്രമേ അത് ഇരിക്കുള്ളൂ, പ്രോപ്പറായിട്ട് ഇരിക്കുള്ളൂ. അപ്പോ അത് കറക്റ്റ് ആയിട്ട് 1.5 വയസ്സില് 2 വയസ്സാവുമ്പോഴേക്കും ആളത് കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. കറക്റ്റ് ആയിട്ട് അത് ഇടും, ട്രൈ ചെയ്ത് ഇടും. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് അധികം കൊടുക്കാറ്. ഓക്കെ, വെരി ഗുഡ് സിയ. വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആരുടെങ്കിലും കയ്യിലൊക്കെ? മിസ്, ഈ പാമ്പും കോണിയും പോലത്തെ ഗെയിംസ് ഇല്ലേ, കൗണ്ട് ചെയ്യാൻ പറ്റണത്? ഓക്കെ ഓക്കെ. അത് കൊടുക്കാറുണ്ട് അവർക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ മോൻ ചെയ്യാറുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാ? അവന് 3.5 വയസ്സ്. 3.5 വയസ്സ്. എന്നിട്ട് അവൻ കൗണ്ട് ചെയ്യാൻ പഠിച്ചോ? ലെറ്റേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോ? 10 വരെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആള് പറയും. അല്ലടാ, അതിൽ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക്? അത് ഇന്നതാന്ന് പറയാ ആള് കാണിച്ചു കൊടുത്താല്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തോ ദെൻ പിന്നെ ആരാ? നെക്സ്റ്റ് ഞാൻ പറയട്ടെ. ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ മാം. ഡ്രോയിങ്ങും പെയിന്റിങ്ങും മാം. ഡ്രോയിങ്ങും പെയിന്റിങ്ങും. ഓക്കെ. അതില് ഡ്രോയിങ്ങും പെയിന്റിങ്ങും വായിക്കാം കേട്ടോ. ഡ്രോയിങ് മെറ്റീരിയൽസ് പെൻസിൽ, ക്രയോണ്, പിന്നെ സ്കെച്ച് ബുക്സ്, ഡ്രോയിങ് ബുക്സ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. പിന്നെ അപ്പൊ എന്തൊക്കെ കുട്ടിക്ക്? ഇറ്റ് പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് നമ്മുടെ മെമ്മറി, കുട്ടികളുടെ മെമ്മറി ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ സ്ട്രെസ് റിലീഫിന് ഏറ്റവും നല്ലതാണ് ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ മോട്ടോർ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ മെയിൻ ആയിട്ട് അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇമോഷണൽ ഇന്റലിജൻസിന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കണം.
പിന്നെ ക്രിയേറ്റീവ് ഗ്രോത്ത് ഇംപ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് രമ്യ? എന്താ മാം? പെയിന്റിംഗ് അല്ലേ പറഞ്ഞത്? പെയിന്റിംഗ് ആൻഡ് ഡ്രോയിങ്. ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്. എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് അവരിപ്പോ ഒരു എന്താ പറയാ കാർട്ടൂൺ പോലെയുള്ള കഥാപാത്രങ്ങൾ വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലൂടെ ഇപ്പോ അവരെന്തെങ്കിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ചെറിയ ചെറിയ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത ആക്ടിവിറ്റി ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ആയിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് അത്ര എഴുതിയിട്ടുള്ളൂ മാം. അടുത്തത് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്രാഫ്റ്റിംഗ്, ആർട്ട്, പിന്നെ റൈറ്റിംഗ്, ഡ്രോയിങ്, പെയിന്റിങ്, ഗാർഡനിങ്, ഇതൊക്കെ അവരുടെ എന്താ പറയാ ഇമാജിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ എന്താ പറയാ ഈ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഷീറ്റ് ഇല്ലേ? എന്താ മാം? മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ഇല്ലേ? അയ്യോ എനിക്ക് ക്ലിയർ ആവണില്ല, ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ട് ഇവിടെ. എന്താ മാം? നല്ല മഴയുണ്ട്. ഞാൻ മറന്നുപോയി, എന്റെ പേര് മറന്നുപോയി. പപ്പറ്റ് മേക്കിംഗ് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട്. എനിക്ക് അറിയില്ല മാം. അത് കൊടുക്കുകയാണെങ്കിൽ ഇമാജിനേഷൻ അതനുസരിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ബോട്ട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, റോക്കറ്റ് ബോട്ട്സ് ഒക്കെ. ഇമാജിനേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് അതിലൂടെ. പിന്നെ അവരുടെ സ്ട്രെസ് ഒറിഗാമി പേപ്പർ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് നെക്സ്റ്റ് ഞാൻ ചെയ്തേ. എന്തോ മിസ് ഞാൻ എഴുതുകയാണ് ചെയ്തത്. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്തത്. പറഞ്ഞാൽ മതിയോ? പറഞ്ഞോളൂ. മിസ് മ്യൂസിക് വന്നിട്ട് അതിൻ്റെ ക്രിയേറ്റിവിറ്റി, ഡിസിപ്ലിൻ, പിന്നെ ലവ്, അതൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും മ്യൂസിക്. അതെങ്ങനെയാ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? brain grow and develop to help a child's brain grow and develop. Music പിന്നെ ഇമോഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സാഡ് സോങ് ആണെങ്കിൽ അവരുടെ ആ ഒരു ദുഃഖത്തെയും ഒരു ഹാപ്പി ആയിട്ട് അവൻ ഹാപ്പി മൊമെന്റ് പാടുവാണെങ്കിൽ അത് ആ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. പിന്നെ ബോർഡ് ഗെയിംസ്, നല്ല റിതമുള്ള പാട്ടൊക്കെ കേട്ട് ചാടി കളിക്കും അല്ലേ? കളിക്കും. എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ വലുതായി അവന്മാർക്ക് ആ പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുമായിരുന്നു. നല്ലോണം ഡാൻസ് കളിക്കും. ഇഷ്ടം കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ലാണ്ട് പാട്ട് കേട്ട. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. പാട്ട് കേട്ടാ അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. വലിയ കുട്ടികളായി. ഇത് പിന്നെ ബോർഡ് ഗെയിംസ് പിന്നെ അത് വന്നിട്ട് നമ്മുടെ സ്ട്രാറ്റജിക് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, പിന്നെ ടേക്കിംഗ് ആൻഡ് കോഓപ്പറേഷൻ. പ്രീ സ്കൂളേഴ്സ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബോർഡ് ഗെയിംസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. Then next തസ്രീഫ. ഓക്കെ മാം. മ്യൂസിക് കൊടുക്കുക അവർക്ക്, പിന്നെ റീഡിങ് കൊടുക്കുക, പെയിന്റിങ് കൊടുക്കുക, ഡ്രോയിങ് കൊടുക്കുക. പിന്നെ പറയൂ, എന്തൊക്കെ ഡെവലപ്മെന്റ്? മ്യൂസിക് ആകുമ്പോ അവരെ മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഏജ് കൊടുക്കുക. പിന്നെ റീഡിങ്ങും അതുപോലെ അവർക്ക് ഇതായിട്ടുള്ള റീഡിംഗ് ഒക്കെ എന്താ പറയാ, അവരെ കൊണ്ട് വായിപ്പിക്കാൻ നമുക്ക്. ചെറിയ കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ്
കൊടുക്കാം. അവർക്ക് വാട്ടർ പ്ലേസ് കൊടുക്കാം. വാട്ടർ ബലൂൺസിന്റെ ഒക്കെ കളറൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെ പിന്നെ ചെറിയ കുട്ടികൾക്ക് സ്വിമ്മിങ് ഒക്കെ ചെറിയ പൂൾസ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം. പിന്നെ ചെറിയ കുട്ടികൾ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കൊടുക്കാം നമുക്ക്. അവരെ കൊണ്ട് കഥകളൊക്കെ പറയിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ആരാ? മിസ്സേ ഞാൻ പറയട്ടെ. പേരെന്താ? വിനീത. വിനീത. ഓക്കെ വിനീത. മിസ് ഞാൻ കൊടുക്കുന്നത് ഈ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് റബ്ബർ ബാൻഡ് പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കി വിട്ടിട്ട് കുഞ്ഞിനോട് പറയും അതൊന്ന് ഓരോന്ന് വീതം എടുക്കണം. ഫസ്റ്റ് ഇന്ന കളർ എടുക്കണം. ഓരോ കളേഴ്സ് കൊടുക്കും. അപ്പൊ ആ കളർ വെച്ച് സെപ്പറേറ്റ് അങ്ങനെ ചെയ്യാൻ പറയും. ഓക്കെ വിനീത. ഓക്കെ ആക്ടിവിറ്റി ആയത് ഞാൻ അത് അങ്ങനെ ചെയ്യുമ്പോ കുട്ടി അത് രണ്ടെണ്ണൊക്കെ കേറി വരുമ്പോ അത് ശ്രദ്ധിച്ചതിന് ഇതിലൂടെ കോൺസെൻട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുട്ടി ശ്രദ്ധിച്ച് ആ 2 എണ്ണം 3 എണ്ണം ഉള്ളത് മാറ്റി ഓരോന്ന് വീതം എടുത്ത് വെക്കും. പിന്നെ ഈ പെയിന്റിങ് ചെയ്യാൻ കൊടുക്കും. ഓരോ പടം വരച്ചിട്ട് ഇപ്പം ഈ പ്രിന്റ് എടുക്കുമല്ലോ, പ്രിന്റ് എടുത്തിട്ട് സ്മൈലി ഒക്കെ ഉണ്ടല്ലോ, ഓരോ സ്മൈലി എടുത്തിട്ട് അതിന്റെ ആ ഒരു ഇമോഷൻ നോക്കിയിട്ട് ഏത് കളേഴ്സ് ആണ് കൊടുക്കണ്ടേ. അപ്പം നമുക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് പുള്ളി റെഡ് അടിക്കും, പിന്നെ ചിരിച്ചിരിക്കുന്നതിനാണ് യെല്ലോ അങ്ങനെ ചെയ്യും. പിന്നെ മ്യൂസിക് അത് എന്റെ മൂത്ത മോക്ക് കൊടുത്തോണ്ടിരുന്ന നമ്മള് സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും. നമ്മുടെ മറ്റേ മോഹൻലാലിന്റെ പുലിമുരുകനകത്തൊരു പാട്ടുണ്ടല്ലോ, മാനത്തെ മാരിക്കുറുമ്പേത് വായിച്ചിട്ടുണ്ടേ. ആ പാട്ട് കേൾക്കുമ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ കിടക്കുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാടി കൊടുക്കുമ്പം അത് കേട്ടുകൊണ്ട് പുള്ളി കരയും. അപ്പൊ ആ ഒരു ഇമോഷൻസ് പെട്ടെന്നായിട്ട് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ വെരി ഗുഡ് വിനീത, വെരി ഗുഡ്. നമ്മുടെ രമ്യ ടീച്ചർ പറയൂ. ടീച്ചറെ ഞങ്ങള് അവിടെ നഴ്സറിയിലെ കുട്ടികൾക്കാണ് കൂടുതൽ വർക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പം നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന വർക്ക് വെച്ചാല് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഫ്രൂട്ട്സ്. ഇപ്പൊ ഗ്രേപ്സ് ഒക്കെ ആണെങ്കിൽ 2 കഷ്ണമായിട്ടായിരിക്കും. ഗ്രേപ്സ് വെജിറ്റബിൾസ് എല്ലാം പല കഷ്ണങ്ങളായിരിക്കും. എന്നിട്ട് അതിന്റെ തന്നെ എടുത്ത് അവര് 3 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവര് കുറച്ചു ദിവസം ഇപ്പോ ക്യാരറ്റുമ്പോ ചിലപ്പോ പൈനാപ്പിൾ ആയിരിക്കും ഒട്ടിച്ചുകൊണ്ട് കാണിക്കണേ. 1-2 പ്രാവശ്യം അവര് തന്നെ അവരെ കൊണ്ട് തനിയെ ചെയ്യിക്കും. നമ്മളത് നിങ്ങൾ തനിയെ ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞ് കാണിച്ച് ഹലോ, ക്ലിയർ ആണോ ടീച്ചർ? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, പല പാർട്സ് ആയിട്ട് ഇട്ടേക്കും ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ. മനസ്സിലായി. ജോയിൻ ചെയ്ത് ചെയ്യാൻ. അപ്പൊ അതിന്റെ അത് കറക്റ്റ് എടുത്തിട്ട് 2-3 ദിവസം കൊണ്ടാണ് അവരത് കറക്റ്റ് എടുത്ത് ജോയിൻ ചെയ്ത് കൊണ്ട് കാണിക്കും നമ്മളെ. പിന്നെ അവർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് വന്ന കുട്ടികൾക്ക് നമ്മള് അവരാ അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അവരെ കൊണ്ട് തന്നെ അവരെ വീട്ടിൽ തന്നെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. അത് ആ ചാർട്ട് അപ്പൊ അവർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ചാർട്ട് കണ്ടു കഴിയുമ്പോ അവർക്ക് അത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അവർ ഓരോരുത്തരും കൊണ്ടുവരുന്ന ചാർട്ട് ആകുമ്പോ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. ചെറിയ കുട്ടികളല്ല, അപ്പൊ അവർക്ക് അപ്പൊ കൊണ്ടുവരുമ്പോ നമ്മള് ചെറിയൊരു സ്റ്റാർ, ഒരു സ്മൈലി അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. വെരി ഗുഡ് ടീച്ചർ. അപ്പോ നേരത്തെ സിയ പറഞ്ഞിരുന്നു സിയയുടെ കുട്ടിയും കരയുന്നു സാഡ് സോങ് കേട്ടാലേ. അതെന്തുകൊണ്ട് അവർക്ക് ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇമോഷൻ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയല്ലേ, അവർക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുണ്ട് ആ ഇമോഷൻ എന്താണെന്ന്. നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമോഷൻ അല്ലേ, എമ്പതി എങ്ങനെ ബിൽഡ് ചെയ്യാവുന്ന കുട്ടികളില്. അവർക്ക് എമ്പതി ആദ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം, വേണ്ടേ? ഹാപ്പിനെസ് എന്താണെന്ന് ആദ്യം മനസ്സിലാകണം. ഓക്കെ, അപ്പൊ ഇമോഷനായിട്ട് കണക്ട് ആയതുകൊണ്ടാണ് അവർക്ക് സങ്കടം വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇത്രയും വെച്ച് നിർത്താൻ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലായില്ലേ, പുതിയ ആക്ടിവിറ്റീസ് നമുക്ക് കുറെ കിട്ടി. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ആക്ഷൻ സോങ് ആരാണ്? ആക്ഷൻ സോങ് പേരൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഹലോ മിസ്, ഹലോ ആരൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ ആക്ഷൻ സോങ്?
ഹലോ മിസ്സേ. എക്സ്ക്യൂസ് മീ, പേരെന്താടാ? അതെ പേരെന്താ? ഇപ്പൊ അല്ല ആക്ച്വലി സോങ്ങിനല്ല മിസ്. ഈ ഇപ്പൊ മിസ് എടുത്തോണ്ടിരിക്കുന്ന ലെസണേ ഞാനത് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ കുറെ ദിവസം എനിക്ക് ക്ലാസ് കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ലെസനാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇതിലുള്ളതാണ്? പാർട്ട് 2 ആണോ? ഇത് ഏതാ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ. പാർട്ട് 2 ആയിരുന്നു. പാർട്ട് 2 ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പാർട്ട് 2 അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. പാർട്ട് 2 ഫസ്റ്റ് ലെസൺ അല്ലേ? ഫസ്റ്റ് ലെസൺ. ഓക്കെ. താങ്ക് യു. അപ്പൊ അത് ആർക്കാണിന്ന് ആക്ഷൻ സോങ് ചെയ്യേണ്ടത്? പേര് എഴുതി വെച്ച് പേപ്പർ മിസ്സായി പോയി. ഞാൻ റെഡിയാണ്. സൗമ്യ. സൗമ്യ. ഓക്കെ സൗമ്യ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. സൗമ്യയുടെ ഓക്കെ ഓപ്പൺ വീഡിയോ ഓപ്പൺ ആക്കിക്കോളൂ. ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. 1 2 buckle my shoe, 3 4 shut the door, 5 6 pick up 6, 7 8 lay them right, 9 10 a big fat hand. സൗമ്യ ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ഗിഫ്റ്റി ഉണ്ടോ? ഗിഫ്റ്റി സൂര്യ, ബിനീഷ ഓർ ബിനീത? മാം ഉണ്ട്. ഓക്കെ. പേരെന്താ? ഹലോ, പേരെന്താ? സൂര്യ. സൂര്യ. ഓക്കെ സൂര്യ. മിസ് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട് പറഞ്ഞോ. സൂര്യ അല്ലേ? സൂര്യ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. വീഡിയോ ഓൺ ആക്കണേ. വീഡിയോ ഓൺ ആക്കിയില്ലല്ലോ മാം. കാണുന്നില്ല? വീഡിയോ ഓൺ ആക്കി കാണുന്നില്ല. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. Clap your hands, clap your hands. Listen to the music, clap your hands. Stamp your feet, stamp your feet. Listen to the music, stamp your feet. Turn around, turn around. Listen to the music, turn around. Jump up high, jump up high. Listen to the music, jump up high. Thank you, ma'am. ഓക്കെ സൂര്യ വെരി ഗുഡ്. എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സൂര്യയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്തോ? എന്താ മാം? കണ്ടവരൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. നന്നായിട്ട് ചെയ്തോ സൂര്യ? കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റിയില്ല. ഓഡിയോ നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് പാടി. ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ കേട്ടോ. സൗണ്ട് കേട്ടോളൂ. ഓക്കെ ഓഡിയോ. ഓക്കെ. സുഹാനത്ത് റെഡി. എവിടെ സുഹാനത്ത്? എവിടെ? ഞാനല്ല മാം പറഞ്ഞു. ഞാൻ റെഡിയല്ല. പിന്നാരായിരുന്നു? സൈനു ആണോ? ഷെരീഫ. ഷെരീഫ. ഓക്കെ. അവര് പാടേനെ ഞാനും പാടാൻ വേണ്ടിട്ട് നിന്നത്. Clap your hands, listen to the music, clap your hands, stamp your feet. ഒന്ന് ഉഷാറായിട്ട് ക്ലാപ്പ് ചെയ്തേ. Clap your hands,
Listen to the music, clap your hands, stamp your feet, stamp your feet. Listen to the music, stamp your feet. Turn around, turn around. Listen to the music, turn around. Jump up high, jump up high. Listen to the music, jump up high. Okay. ഓക്കെ, അപ്പൊ നമ്മുടെ ആക്ഷൻ ഒക്കെ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ടൈമില്. ഓക്കെ, അവിടെ കുട്ടികളൊക്കെ ഉണ്ട് ടീച്ചറെ, അവര് ചിരിക്കാണ്. നമ്മള് കുട്ടികളെല്ലാം പഠിപ്പിക്കേണ്ടു അല്ലേ? അതെ, നാണം വന്നത്. ഓക്കെ ഓക്കെ, പേരെന്താടാ? ആലിഷോ? ഫസ്ന. 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 Come little children, come to me. I will teach you ABC. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P. L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. X, Y, Z, butter on your bread. If you don't like it, you better go to bed. Next Monday morning, come to me and I will teach you ABC. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ ആരാ? ആരത്? നിവേദ്യ. ഹലോ, പേര് പേരെന്താ? നിവേദ്യ. ഓക്കെ. കാണാവോ? How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all come together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all come together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you. സ്റ്റക്കായി നിൽക്കായിരുന്നു. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഓഡിയോ നന്നായിട്ട് ക്ലിയർ ആയിരുന്നു, നന്നായിട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലെസൺ നമുക്ക് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അത് കഴിഞ്ഞവർ ആക്ഷൻ സോങ് കഴിഞ്ഞവർ റോൾ പ്ലേ ചെയ്യാം. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ഫ്രം ഓവം ടു ബർത്ത്. ഓവം മുതൽ ബർത്ത് വരെ നമുക്ക് ചില മൈൽ സ്റ്റോൺസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണിത്? ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഇനി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആണല്ലേ? പറഞ്ഞ എന്താ? മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. പീരീഡ് ഓഫ് ഓവം. എന്താണ് ഓവം? എന്താണ് ഓവം എന്ന് പറഞ്ഞാല്? ഓക്കെ, അപ്പൊ ഈ പീരീഡ് ഓഫ് ഓവത്തിന്റെ പീരീഡ് എത്ര ടൈം വരെയാണ് അത് അവിടെ ഉണ്ടാകുന്നത്? ഓവമായിട്ട് അത് സ്റ്റേ ചെയ്യുന്നത് എത്ര ടൈം വരെയാണ്? അതിന്റെ പീരീഡ് എത്രയാണ്? സെക്കൻഡ് വീക്ക് വരെ. കൺസെപ്ഷൻ നടന്ന് അതിന്റെ സെക്കൻഡ് വീക്ക് വരെയാണ് അത് ഓവമായിട്ട് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ഗർഭധാരണം നടന്നിട്ട് ആ അണ്ടം 2 ആഴ്ച വരെ അണ്ടമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്തായിട്ട് മാറുന്നത്? പീരീഡ് ഓഫ് എംബ്രിയോ ആയിട്ട് മാറുന്നു. എന്താണ് എംബ്രിയോ? ഭ്രൂണം. എത്ര ആഴ്ച 10 to 8th വീക്ക് വരെ അത് ഭ്രൂണമായിട്ടാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പീരീഡ് ഓഫ്, പിന്നെന്താണ്? ഓവം കഴിഞ്ഞ് നെക്സ്റ്റ് ഫസ്റ്റ് ഓവം, ദെൻ നെക്സ്റ്റ് എംബ്രിയോ, പിന്നെന്താണ്? 8 months അണ്ടിൽ ബർത്ത് വരെ ആ ഓവം അല്ലെങ്കിൽ എംബ്രിയോ എന്താണ് ചെയ്യുന്നത്? ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. ഓക്കെ, തല സ്റ്റഡി ആക്കാനായിട്ട് ഹോൾഡ് ചെയ്യും. ഓക്കെ, സ്റ്റഡി ആയിട്ട് പിടിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? 8 months to അണ്ടിൽ ബർത്ത് വരെ. ഓക്കെ, ക്ലിയർ ആയോ അത്? ആഫ്റ്റർ ബർത്ത് എപ്പോഴാണ് ഇരിക്കാൻ തുടങ്ങുന്നത്? എപ്പോഴാണ് ആഫ്റ്റർ ബർത്ത്? എത്ര മന്ത് മുതൽ സിറ്റ് ചെയ്യാൻ അല്ലെ ഇരിക്കാൻ തുടങ്ങും ഒരു കുട്ടി? ഏഴാം മാസം മുതൽ 7 month. 2 to 5. 2 to 5 ആണ്. പക്ഷെ 4 monthsലൊക്കെ അല്ലേ ഇരിക്കാൻ തുടങ്ങുള്ളൂ. 4 സാധാരണ മന്തിൽ ഇരിക്കില്ല. 5 month കഴിഞ്ഞിട്ടേ ഇരിക്കാൻ തുടങ്ങലുള്ളൂ. 5ാം മാസത്തിൽ ഇങ്ങനെ കമിഴ്ന്ന് വീണ് 6ാം മാസം മുതലേ ചില കുട്ടികൾ 6ാം മാസം തന്നെ ഇരിക്കണം എന്നില്ല. ചൈൽഡ് അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലേ? 7 കഴിയണം. 7 month കഴിഞ്ഞാൽ ഇരിക്കാൻ തുടങ്ങും. ഓക്കെ. തനിയെ ഇരിക്കണമെങ്കിൽ 7 month കഴിയണം. പക്ഷെ അതിനു മുൻപ് നമ്മളെ മടിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇരിക്കില്ല. ഒരു 4 monthsലും 3 monthsലൊക്കെ ഇരിക്കാൻ തുടങ്ങും. മുട്ടയിലിടയില് ക്രോളിങ്. മുട്ടയിലിടയില് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നെന്താണ്? നിൽക്കാൻ ശ്രമിക്കും. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. സപ്പോർട്ടോടുകൂടി നിൽക്കാൻ ട്രൈ ചെയ്യും. പിന്നെന്താണ്? പിടിച്ചു നിൽക്കും. പിന്നെ പതിയെ അല്ലേ? ആദ്യം സപ്പോർട്ടോടുകൂടി നടക്കാൻ തുടങ്ങും. പിന്നെന്താണ്? സപ്പോർട്ട് വേണ്ട കുട്ടിക്ക് പിന്നെ അല്ലേ? തുടങ്ങുമല്ലേ? പഴയ ഒരു 8ാം മാസത്തില് വെക്കുമെന്ന് പറയില്ലേ? അത് കഴിഞ്ഞ് പിന്നെ നടത്തം കഴിഞ്ഞാൽ പിന്നെ അവർ ഓടും. പിന്നെ നമ്മൾ അവരുടെ പുറകെ ഓടും അല്ലേ? പിന്നെ നമ്മളോടും. ഓക്കെ, സംസാരിക്കാൻ തുടങ്ങും. സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. വാക്കുകളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ആണ് ലൈഫ്, ഒരു കുട്ടിയുടെ ജനനം. ഓക്കെ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ when a sperm cell from the father fertilizes with an egg from the mother to form a single cell called zygote. എപ്പോൾ മുതലാണ്? മാം ആ പേജ് ഒന്ന് സ്ക്രോൾ കൺസെപ്റ്റ് നടന്നു തുടങ്ങുമ്പോ തൊട്ട്. എന്തോ പേജ്? ആ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പറയാമോ? ഇത് ഞങ്ങക്ക് കാണുന്നില്ല. റിജു പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജു അമ്മയുടെ വയറ്റിലിരിക്കുമ്പോ തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുന്നു അല്ലേ? അതെ, ലാസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ലൈഫ്. അപ്പൊ പറഞ്ഞോട്ടെ. അപ്പൊ ഫാദറിൽ നിന്നുള്ള സ്പേം അമ്മയുടെ എന്താണ് എഗ്ഗുമായിട്ട് കൂടി ചേർന്ന് ഒരു സിംഗിൾ സെല്ലായിട്ട് മാറുന്നുണ്ട്. അതിന് സൈഗോട്ട് എന്നാണ് പറയുന്നത്. ഫാദറിൽ നിന്നുള്ള സ്പേം അമ്മയുടെ എഗ്ഗുമായിട്ട് കൂടി ചേർന്ന് ഒരു സിംഗിൾ സെല്ലായിട്ട് മാറുന്നുണ്ട്. അതിന് നമ്മൾ സൈഗോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈഗോട്ടില് 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും. എത്ര ക്രോമസോം ആണ്? 46. അതിൽ 23 എണ്ണം മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബാക്കി 23 എണ്ണം ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഒരു സൈഗോട്ടിന് 46 ക്രോമസോം ഉണ്ടായിരിക്കും. അതിൽ 23 എണ്ണം മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും 23 ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമാണ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. മദർ 23 എക്സ് ക്രോമസോമും ഫാദർ 23 എക്സ് ക്രോമസോമുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ
ആ കുട്ടി എന്തായിരിക്കും? ആ കുട്ടിയുടെ ജെൻഡർ എന്തായിരിക്കും? ആ കുട്ടി ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, ഈ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ആണ് ജെൻഡർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അമ്മയുടെ 23 ക്രോമസോമും ഫാദർ 22 എക്സ് ക്രോമസോമും ഒരു 1 വൈ ക്രോമസോമുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജെൻഡർ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ക്ലിയർ ആയോ അത്? ഇല്ല മിസ്സേ, ഒന്നും കൂടെ പറയൂ. പറയാം. ഓക്കെ, അപ്പൊ ഈ സൈഗോട്ടിന് എത്ര ക്രോമസോം ഉണ്ട് എന്താ പറഞ്ഞത്? 23 മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ദെൻ ബാലൻസ് വരുന്ന 23 ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്? ഫാദർ. ഓക്കെ, ക്രോമസോമും വൈ ക്രോമസോമുമാണ് ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ആണ്. അപ്പൊ മദർ 23 എക്സ് ക്രോമസോമും ഫാദർ 23 എക്സ് ക്രോമസോമുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. മദർ 23 എക്സ് ക്രോമസോമും ഫാദർ 22 എക്സ് ക്രോമും 1 വൈ ക്രോമസോമും ആണെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? വൈ ക്രോമസോംസ് ആണ് ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. നെക്സ്റ്റ് വരുന്നത് പീരീഡ് ഓഫ് ദി ഓവം ആണ്. ഓവത്തിന്റെ പീരീഡ് എത്ര വരെയാണ് നമ്മൾ പറഞ്ഞത്? 2 വീക്സ്. 2 ഓവമായിട്ടത് നിലനിൽക്കുന്നത്. അപ്പൊ അതിലെന്താ പറയുന്നത്? ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ഓവറി, ഓവറിയിൽ നിന്നും ഈ എഗ് ഫ്രീ ആയതിനു ശേഷം നേരെ എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്? ഫാലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫാലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഈ എഗ് ഫ്രീ ആയതിനു ശേഷം, ഓവറിയിൽ നിന്നും ഫ്രീ ആയതിനു ശേഷം ഇത് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഫെർട്ടിലൈസേഷന് വേണ്ടി ആ എഗ് അല്ലെങ്കിൽ ആ സ്പേം അവിടെ 24 hours വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, എത്ര അവർ വരെ വെയിറ്റ് ചെയ്യും? അവിടെ 24 hours. അവിടെ വെയിറ്റ് ചെയ്യണം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം എന്താണ്? ഇത് ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഫെർട്ടിലൈസേഷന് ശേഷം ഇത് ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദെൻ ഇത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? യൂട്രസിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ ആണോ? ദെൻ യൂട്രസിന്റെ ലൈനിങ്ങിൽ അത് ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇംപ്ലാന്റേഷൻ ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്ലസന്റ ഡെവലപ്പ് ആകുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? പീരീഡ് ഓഫ് ദി എംബ്രിയോ. എന്താണ് അതിലെന്തായിരിക്കും പറയുന്നത്? എംബ്രിയോയുടെ പീരീഡ് എത്രയായിരുന്നു? 2nd to 8th വീക്ക് വരെ. ഓക്കെ, പറഞ്ഞോട്ടെ. ഫോർ ദ ഫസ്റ്റ് 2 months ന്യൂ ലൈഫ് ഈസ് കോൾഡ്. ഓക്കെ, 2 months വരെ നമ്മൾ എന്താ പറയുന്നത്? അതിനെ എംബ്രിയോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പീരീഡിലാണ് ആ കുട്ടിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റേണൽ റിസോഴ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേജിലാണ്. ഓക്കെ, എംബ്രിയോയുടെ ഈ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് 2 months വരെ എംബ്രിയോ എന്നറിയപ്പെടുന്നത്. ആ സ്റ്റേജിലാണ് അതിന്റെ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ബോഡി, ബ്ലഡ് സെൽസ്, മസിൽസ്, ബോൺ ഒക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങും. ഓക്കെ, 8 വീക്ക് ആകുമ്പോഴേക്കും ടൈനി ഹാർട്ട് ഡെവലപ്പ് ആകും. ഓക്കെ, അത് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ലങ്സ്, സ്റ്റൊമക്ക്, ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആകുന്നത് ഈ സ്റ്റേജിലാണ്. അത് ക്ലിയർ ആയോ? ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആകുന്നത് എംബ്രിയോന്റെ ഈ സ്റ്റേജിലാണ്. കട്ടായി മാം, ക്ലിയർ ആയി. ഒന്നുകൂടി പറയോ? പറഞ്ഞുതരാം. പീരീഡ് ഓഫ് എംബ്രിയോ, അത് ഫസ്റ്റ് 2 months വരെ അത് എംബ്രിയോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ എംബ്രിയോയുടെ ഈ സ്റ്റേജിലാണ് കുട്ടിക്ക് ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഡെവലപ്പ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ വരാം? ടൈനി 8 വീക്ക് ആകുമ്പോഴേക്കും അത് ടൈനി ഹാർട്ട് ഒക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ, ഓക്കെ, ഇതൊക്കെ ഡെവലപ്പ് ആകുന്നത് ഈ സ്റ്റേജിലാണ്. പീരീഡ് ഓഫ് ദ എംബ്രിയോ. ക്ലിയർ ആയോ? അത് യെസ്, ക്ലിയർ ആയി. നെക്സ്റ്റ് എന്താണ്?
ഫീറ്റസ്. ഫീറ്റസ് എന്താണ്? എന്താണ് ഫീറ്റസ്? ശിശു, ഗർഭസ്ഥ ശിശു. ഓക്കെ. അൺബോൺ ചൈൽഡ് ആണ് അല്ലേ? അൺബോൺ ബേബീസ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അതിലെന്താ പറയുന്നത്? അപ്പൊ ഈ ടൈമില് ഫ്രം 8 വീക്ക് മുതൽ എന്താണ് ഓർഗൻസ് ഒക്കെ ബിഗർ ആവാനും സ്ട്രോങ്ങർ ആവാനും തുടങ്ങും. ഓക്കെ, പിന്നെന്താണ് 5 months ഓൺവേർഡ്സ് ഓക്കെ. ആ 5th month ഓൺവേർഡ്സ് വൺ ക്യാൻ ഹിയർ ത്രൂ എ സ്റ്റെതസ്കോപ്പ്. അവന്റെ മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റെതസ്കോപ്പിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ അത്? പിന്നെ ഈ ടൈമിലാണ് കിക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടൈമിലാണ് 5th months ഓൺവേർഡ്സ് നമുക്ക് സ്റ്റെതസ്കോപ്പിലൂടെ അവന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് കിക്ക് ചെയ്യും. ഓക്കെ, 5th monthsലൊക്കെ നമുക്കത് കിക്ക് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? മിസ് ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മിസ് ഈ ഫീറ്റസ് ഏത് മന്ത് തൊട്ടാ സ്റ്റാർട്ട് ആവണത്? ഗർഭസ്ഥ ശിശു ആവുന്നത്, അൺബോൺ ബേബീസ് ആവണ ഏത് മന്ത് തൊട്ടാ? എന്തോ എന്താണ് ഫീറ്റസ്? ഫീറ്റസ് അൺബോൺ ബേബി ആവണത് ഏത് മന്ത് തൊട്ടാ? എംബ്രിയോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഫീറ്റസ്. എംബ്രിയോ എവിടം വരെ ആയിരുന്നു? 8 വീക്ക് വരെ അല്ലേ? അപ്പൊ 8 വീക്കിന് ശേഷമുള്ളതാണ് ഫീറ്റസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ലാസ്റ്റ് ആണ് ദ ബേബി അറ്റ് ബർത്ത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ബേബി അറ്റ് ബർത്ത്. അപ്പൊ ഒരു ന്യൂ ബോൺ ബേബിക്ക് ബർത്ത് വെയിറ്റ് എത്രയായിരിക്കണം? ഒരു നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 3 kilogram ആണ്. ഓക്കെ, 3 kilogram ആണ് ഒരു നോർമൽ ബർത്ത് വെയിറ്റ്. അപ്പൊ ഈ കുട്ടി ഫസ്റ്റ് ക്രൈ ചെയ്യില്ലേ? അതെന്തിനു വേണ്ടിയാണ് ഈ ഫസ്റ്റ് ക്രൈ ചെയ്യുന്നത്? ബ്രീത്തിങ് ഫങ്ഷൻ ശരിയായിട്ട് നടക്കാൻ, ലങ്സ് ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വർക്ക് തുടങ്ങുന്നത് ആവാൻ. അപ്പോഴാണ് അല്ലേ? ഓക്കെ, ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആ ടൈമിലാണ്. പിന്നെന്താണ്? പിന്നെ നമ്മൾ പറയാം ചില കുട്ടികള് ഈ ടൈമിൽ അവർക്ക് എന്താണ് ചോക്കിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഞെട്ടി എഴുന്നേക്കും. കണ്ടിട്ടില്ലേ കുഞ്ഞു കുട്ടികള്? അതെന്താണ് അതിന്റെ സിംറ്റംസ്? എന്താണ്? അവര് ഈ ന്യൂ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അവർക്കൊരു പുതിയ ലോകമാണ് ഇതല്ലേ? അവർ ഈ ലോകത്തിലോട്ട് വന്നതിന് ശേഷം അവർക്കൊരു ന്യൂ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് അല്ലേ? അവരുടെ ന്യൂ സറൗണ്ട്സിംഗ് ആണ്. അപ്പൊ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണം കുട്ടികൾക്ക് അല്ലേ? നോർമലായിട്ട് ബ്രീത്ത് ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നോർമലായിട്ട് ബ്രീത്ത് ചെയ്ത് തുടങ്ങുന്നത് അവര് ആഫ്റ്റർ ഡെലിവറി ആണ്. അപ്പോ അതിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവര് അവര് കാണിക്കല്ലേ ക്രൈ ചെയ്യുന്നത്. ശരിക്കും തല്ലുന്നതാണ്, തല്ലി എണീപ്പിക്കുന്നതാണ്. അതെ. ശ്വാസം മുട്ടണ കൂട്ടൊക്കെ കുട്ടികൾ കാണിക്കാൻ തുടങ്ങും. അപ്പൊ എന്താണ് പുതിയ അമ്മമാർ എന്ത് ചെയ്യും? ആദ്യമായിട്ട് ന്യൂ ബോൺ ബേബീസിനെ കിട്ടുന്ന അമ്മമാർ എന്താ ചെയ്യുന്നത്? ഇവരെ എടുത്ത് കുട്ടികളെ എടുത്ത് ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് ഓടും. ആണോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഇല്ല, നിങ്ങൾക്കറിയായിരുന്നു? പിന്നെ പാരന്റ്സ് ഉള്ള കാരണം അവർക്ക് കുറച്ച് നോളേജ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ചിലപ്പോ നമുക്ക് അറിയണമെന്നില്ല അല്ലെ? സെക്കൻഡ് ബേബീസ് ഒക്കെ ആവുമ്പോ നമുക്ക് ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും കൂടുതൽ. ഫസ്റ്റ് ടൈമില് നമുക്ക് പേടിയാണ്. കുട്ടികൾ എന്ത് ചെയ്താലും പേടിയാണ്, വേഗം ഹോസ്പിറ്റലിൽ ഓടും. അത് ശരിയാണ് മാം പറഞ്ഞത്. അതെ. പക്ഷെ പ്രീ ടൈം ഒക്കെ ആവുമ്പോ നമ്മള് ടെൻഷൻ അടിച്ച ഒരു വിധാവും. അതെ. പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? ഇതേപോലെ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട് മാം. എന്റെ മോള് ഒരു 5 മാസം വരെ നല്ല കരച്ചിലായിരുന്നു. എന്തിനാ കരയണെന്ന് അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് പാലില്ലാണ്ടാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു 14 ദിവസം കഴിഞ്ഞപ്പോഴേക്കിനെ പഴമൊക്കെ കൊടുക്കലെടുത്ത്. പഴം, റാഗി അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവൻ നല്ല കരച്ചിലായിരുന്നു. നൈറ്റ് ഫുള്ള് കരയും. അറിയില്ല, ആദ്യത്തെ മോളല്ലേ. പിന്നെ വലിയ വയസ്സായവരൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മിപ്പിയും ഞങ്ങള് ചെറിയ ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോളുടെ കരച്ചിൽ കേൾക്കുമ്പോ അമ്മ പറയും നിന്റെ പാല് കുടിക്കാണ്ടാണ്. എന്നെ വഴക്ക് പറയും. എല്ലാം ചെയ്യും. ഇതിന്റെ ഇടയിൽ ഫുഡും കൊടുക്കും.
അങ്ങനെ കുറെ ഇടങ്ങറായിണ്ടായിരുന്നു. രണ്ടാമത്തേന് പിന്നെ 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ ഞാൻ പാലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ അങ്ങനെ തന്നെ. ഫസ്റ്റ് നമുക്ക് പിന്നെ മനസ്സിലായി ആ ഒരു ഇതില് അങ്ങനെ ചെയ്തിണ്ടായിരുന്നു. അബദ്ധം പറ്റിയിട്ടുണ്ട്. എക്സ്പീരിയൻസോടെ പഠിച്ചല്ലേ? അതെ, എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചു. അതുകൊണ്ട് അവൾക്കൊരു എന്താ പറയാ, പാല് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും ഉള്ളൊരു ഇത് നല്ലൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായി. കുറച്ച് അതെ, ബോണൊക്കെ അത് ശരിയാ. കനം കുറവായിരുന്നു. മൂത്ത കുട്ടി എടുക്കുമ്പോഴൊക്കെ തീരെ ബാലൻസ് ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ആള് പാല് കുടിച്ചത് കൊണ്ടായിരിക്കും നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രസവത്തിൽ നല്ല 300 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞ്. പാലും കുടിക്കുന്നുണ്ടായിരുന്നില്ല, കരച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ ചില ഒരു സമയത്തൊക്കെ രാത്രി കരയുമ്പോ നമ്മൾ വയറുവേദന അല്ലെങ്കിൽ ചെവി വേദന എടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഓടാറുണ്ട് ഹോസ്പിറ്റലിലോട്ട്. ഉണ്ടോ? അങ്ങനെ കൊറേ പോയിണ്ട്, കൊറേ ഓടിയിട്ടുണ്ട്. എപ്പോഴും അതന്നെ. രാത്രി കരയുന്നത് ഈ ഗ്യാസ് മുറ്റിയിട്ടാകും. ഇങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ കൊട്ടി ഇങ്ങനെ ഗ്യാസ് കളയും. അപ്പൊ അങ്ങനെ വയറുവേദന ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. വേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകും അല്ലേ? അതെ അതെ. മാം പിന്നെ പറയുന്നുണ്ട് ഈ പിന്നെ ഉണ്ടല്ലോ മാം, പിന്നെ ഈ 45 ദിവസമൊക്കെ എത്തുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ ഈ തുടയ്ക്ക്. അപ്പൊ ഈ കാലിന് കുട്ടിക്ക് നീര് ഗ്യാസ് വെച്ചേക്കും. അങ്ങനെ ഈ ഉപ്പ് നനച്ചങ്ങ് തുണിയിട്ട് കൊടുത്തന്നാ നീര് മാറിപ്പോകും. എന്താ സിജി? അല്ല മാം, ഈ കുട്ടികള് ഗ്യാസ് വരുന്ന മെയിൻലി അവർ പറയുന്ന അമ്മമാര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇതാണ് കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നം വരുന്നത് പറഞ്ഞാൽ പാലിക്കൂടെ അവർക്ക് അത് കിട്ടുന്നുണ്ട്. അതാണ് ചില ഫുഡ്സ് ഒക്കെ നമ്മള് ഫീഡിങ് ടൈമിൽ അവോയ്ഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കഷായങ്ങളില്ലേ, ഇപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് തരുന്ന കഷായങ്ങള്. അപ്പൊ എന്റെ ആദ്യത്തെ ഡെലിവറിക്ക് ഇതുപോലെ തന്നെ മോൾക്ക് ഭയങ്കര ഗ്യാസും പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് പ്രീബോൺ ആയിരുന്നു. പിന്നെ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ 1900 വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മസ്റ്റായിട്ട് നമ്മള് പാല് തന്നെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. എന്താ പറയാ, ശരിക്കും കൺപീലി പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, പീലി ഉണ്ടായിരുന്നില്ല, പുരിക ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോ ഒരു 6 സെക്കൻഡ് ഒക്കെയാണ് പാല് കുടിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് പറ്റില്ല, അതിനുള്ള സ്ട്രെങ്തേ ഉള്ളൂ. അപ്പൊ പാല് കുടിച്ചിട്ട് പിന്നെ കിടക്കും. കരയുന്ന സൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞു പൂച്ചക്കുട്ടികൾ കരയില്ലേ, അതുപോലത്തെ ചെറിയൊരു ശബ്ദം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. പക്ഷെ ഇൻക്യുബേറ്ററിലൊന്നും കിടത്തിയില്ല, നമുക്ക് തന്നു. ഹെൽത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു, കയ്യിൽ തന്നു. മറ്റേ ഇഞ്ചക്ഷനൊക്കെ കറക്റ്റ് അവളുടെ ഡേറ്റ് ആയപ്പോൾ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ കിടക്കുക അതുപോലെ നമ്മുടെ അടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞു വീട്ടിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഈ മരുന്നുകളൊന്നും ചെയ്യരുതെന്നും പറഞ്ഞു. അതായത് ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെയ്യേണ്ട മരുന്നുകൾ ഉണ്ടല്ലോ, അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു അതൊന്നും ചെയ്യരുത്. അപ്പൊ കുട്ടിക്ക് ഈ പാലിലൂടെയാണ് ആ മരുന്നിന്റെ ഇത് എഫക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ചെറിയ പ്രീബോൺ ആയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ മരുന്നുകളും മെഡിസിൻസും എടുക്കുമ്പോൾ ഇവർക്ക് ഇതിൽ കൂടെ പ്രശ്നങ്ങൾ വരില്ല. അപ്പൊ അതൊന്നും താങ്ങാനുള്ള ഹെൽത്ത് ഇല്ല പ്രീബോൺ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനത്തെ മരുന്നൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് പാല് മാത്രം കൊടുത്ത്, അതായത് ഓരോ മണിക്കൂറിലും കുട്ടി ഉണരില്ല, ഫുൾ ടൈം ഉറക്കം തന്നെയായിരിക്കും. അപ്പൊ നമ്മള് ഇനീഷ്യേറ്റീവ് എടുത്ത് പാല് കൊടുക്കണം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഫസ്റ്റ്. അതെ. അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, NCT ഞാൻ അയച്ചു തന്നേക്കാം. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മാം, കഴിഞ്ഞ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? ഇട്ടിരുന്നല്ലോ. കഴിഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ ഇട്ടിട്ടില്ലേ? ക്ലാസ് റൂമിൽ എല്ലാ ക്ലാസ്സും എല്ലാതും ഉണ്ട്.
നമുക്ക് ടൈം കിട്ടുന്നില്ല. ഇട്ടിട്ടുണ്ട് മാം, ഇട്ടിട്ടുണ്ട്. മാം ഞാൻ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പേപ്പർ ആട്ടോ ക്ലാസ്സിൽ പറഞ്ഞേ. അതെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ ക്ലാസ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഹലോ മാം. നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.